വാർത്തകൾ തുടരുന്നു. 8ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ മലയാളികളുടെ ഹെലൻ കെല്ലർ എന്ന് വിശേഷിക്കപ്പെട്ട കണ്ണൂർ പൊന്ന്യം സ്വദേശിനി ഷിഷ്ന ആനന്ദ് വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത തന്റെ പരിമിതികളോട് പോരാടി 2025 സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി മാതൃകാ വ്യക്തിത്വത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഷിഷ്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പങ്കെടുത്തത്. 8ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മലയാളികളുടെ ഹെലൻ കെല്ലർ എന്ന പാഠഭാഗത്തിൽ പരാമർശിക്കുന്ന കണ്ണൂർ പൊന്ന്യം സ്വദേശിനി ഷിഷ്ന ആനന്ദ് വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. 2025 സംസ്ഥാനത്തിലെ ഭിന്നശേഷിയുള്ള മികച്ച മാതൃകാ വ്യക്തിത്വം എന്ന പുരസ്കാരം കരസ്ഥമാക്കിയ ഷിഷ്ന ആനന്ദ് കാഴ്ച, കേൾവി, സംസാര വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ്. ശാരീരിക വെല്ലുവിളികൾ എങ്ങനെ നേരിടുമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഷിഷ്ന ആനന്ദ്. ആനന്ദ് കൃഷ്ണ പ്രീത ദമ്പതികളുടെ മകളായ ഷിഷ്ന 2017 വരെ മുംബൈയിൽ ജീവിച്ചു. മുംബൈയിലെ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനമാണ് സൈൻ ലാംഗ്വേജിലൂടെ ആശയവിനിമയം നടത്തുവാൻ ഷിഷ്ണയെ സഹായിച്ചത്. അച്ഛൻ ആനന്ദ് കൃഷ്ണയുടെ സഹായത്തോടെ ഷിഷ്ണ സംസ്കൃതം സ്കൂളിലെ കുട്ടികൾക്ക് സൈൻ ലാംഗ്വേജിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി. സൈൻ ലാംഗ്വേജ് പഠിച്ച കുരുന്നുകൾക്ക് താൻ തന്നെ നിർമ്മിച്ച കടലാസ് പേന നൽകാനും അവൾ മറന്നില്ല. കരകൗശല വസ്തുക്കൾ, കുടകൾ, നൂൽമേറ്റുകൾ, കടലാസ് പൂക്കൾ, പേനകൾ ഇവയൊക്കെ നിർമ്മിച്ചാണ് ഷിഷ്ന തന്റെ വെല്ലുവിളികളെ അതിജീവിക്കുന്നത്. അച്ഛൻ ആനന്ദ് കൃഷ്ണയാണ് പുതിയ അറിവുകളിലേക്കും ആശയവിനിമയത്തിലേക്കുമുള്ള പാലം. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാത്തതുകൊണ്ട് അവൾ സൈൻ ലാംഗ്വേജിലൂടെ ആംഗ്യ ഭാഷയിലേക്കൂടി അവൾക്കറിയാവുന്നതൊക്കെ ചിലതൊക്കെ പറയുകയാണ്, അവളെ പരിചയപ്പെടുത്തുകയാണ്. Good afternoon, everyone. I am Shishna Anand. എനിക്ക് കാഴ്ചയോ കേൾവിയോ സംസാരശേഷിയോ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടും ഓർമ്മയിലെ കൂടി ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ ശ്രമിക്കുകയാണ്. എന്ന് പഠിക്കണിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എ എന്നായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് നിങ്ങൾ പറയണം ABCD എന്നാണ്. ഒന്നിച്ചതുപോലെ ചെയ്യുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബി, ഇത് ബി, ഇത് സി, ABC. ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഫോണിലേക്ക് കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ മെസ്സേജൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു ഡോട്ട്സ് ബ്രെയിൽ കണ്ടിട്ടുണ്ടാകും. ഇതിനകത്ത് ഇങ്ങനെ ഡോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫോണും ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജുകളൊക്കെ ഇവർക്ക് വായിക്കാനും മെസ്സേജുകൾ അങ്ങോട്ട് അയക്കാനൊക്കെ ഈ ഇതിലെ കൂടി സ്പർശനത്തിലെ കൂടിയാണ് ചെയ്യുന്നത്. SCERT മുൻ റിസർച്ച് ഓഫീസറും പാഠപുസ്തക സമിതി കോർഡിനേറ്ററുമായ ഡോക്ടർ MT ശശിയാണ് ഷിഷ്ണയുടെ ജീവിതപാഠം പാഠപുസ്തകത്തിലേക്ക് എത്തിക്കുവാൻ മുൻകൈ എടുത്തത്. സംസ്കൃതം സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ AK സൈക്ക്, SCERT മുൻ റിസർച്ച് ഓഫീസർ ഡോക്ടർ MT ശശി, PTA പ്രസിഡന്റ് PK ദിനിൽകുമാർ, പ്രിൻസിപ്പൽ CP സുധീഷ് ബാബു, CH ഗിരീഷ് കുമാർ, KP രജീഷ്, KC സുനീഷ്, ഡോക്ടർ നിഷ MU എന്നിവർ സംസാരിച്ചു. വടകര മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK സതീശൻ അധ്യക്ഷത വഹിച്ചു.